ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കേരള സർക്കാരിന്റെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴില് ഫാർമസിസ്റ്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഉടൻ വരുന്നതായിരിക്കും. സോ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പേർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവത്തില്ല. രണ്ട് ഡിസ്ട്രിക്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഉടനെ വരാൻ പോകുന്നത്, തൃശൂർ, കാലിക്കറ്റ്. ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജ്യൂസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് LSGD ഫാർമസിസ്റ്റ് പോസ്റ്റ് അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് കേരള സർക്കാരിന്റെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴില് ഫാർമസിസ്റ്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഉടൻ വരുന്നതായിരിക്കും. സോ അതിനെപ്പറ്റി ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ചിലവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ധാരണയൊക്കെ ഉണ്ടാവും, എന്നാൽ വളരെ കുറച്ചു പേർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവത്തില്ല. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ട് ഡിസ്ട്രിക്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഉടനെ വരാൻ പോകുന്നത്, തൃശൂർ, കാലിക്കറ്റ്. അതുപോലെ നമ്മൾ കേരള PSCന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗ്രൂപ്പ് 2 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയുടെ അകത്ത് 11ാമത്തെ കാറ്റഗറിയാണ് ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി ഫാർമസിസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി നമ്പർ. പിന്നെ ആർക്കൊക്കെ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. അതായത് ഡിപ്ലോമയാണ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമക്കാർക്കും അതുപോലെ B.Pharm-കാർക്കും M.Pharm-കാർക്കും ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സോ SLC ഓർ its equivalent, പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി, അതുപോലെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ലൈസൻസ് മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. സോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരുന്നതായിരിക്കും. സോ നമ്മുടെ LSGD ഫാർമസിസ്റ്റിന്റെ ഏറ്റവും പുതിയ ബാച്ച് ഈ വരുന്ന വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ബാച്ചിനെ അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ എജ്യൂസ് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എനിവേ, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.